പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മൈൻഡ് ഇറ്റ് എന്ന ഈ പരിപാടിയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക്. നമ്മളൊപ്പം ഒത്തുചേരുകയാണ് പ്രിയപ്പെട്ട ബിജു തോമസ്. നമസ്കാരം ബിജു. നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞു തുടങ്ങിയത്, രാസലഹരിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ അടക്കമുള്ള തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ്. ധാരാളം പേർ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്ദി. എന്തായാലും ഇന്ന് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസിലേക്കും ഇതെങ്ങനെയാണ് തടയാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ തവണ അവസാനം ഭാഗമാകുമ്പോൾ കുറച്ചൊക്കെ പറയുകയുണ്ടായി. ഈ അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസ ലോകത്ത് എന്തൊക്കെ നടത്തണം, ഇവിടെയുള്ള അസോസിയേഷനുകളായാലും സ്കൂളുകളായാലും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ബിജു ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ച് നിർത്തിയിടത്തു നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് എന്തുകൊണ്ട് കുട്ടികൾ ഇതിൻ്റെ പുറകെ പോകുന്നു എന്നുള്ള ഒരു റീസൺസ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ, പെർട്ടിക്കുലർലി ഗൾഫിലുള്ള പേരൻസ്, അവർ അഫ്ലുവൻറ്റ് പേരൻസ് ആണ്, അവർ കുറച്ച് റിച്ച് ആണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ ഒരുപാട് പൈസ പോക്കറ്റ് മണി ആയിട്ടും അല്ലാതെയും കുട്ടികൾക്ക് ഫണ്ട് അവൈലബിലിറ്റി ഒരു ഇഷ്യൂ അല്ല. കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, ഒരുപാട് ഫ്രീ ടൈമും ഉണ്ടെങ്കിൽ എങ്ങനെ ഈ ഫ്രീ ടൈം ഓക്യുപ്പൈ ചെയ്യാമെന്നുള്ളത് കുട്ടികൾ ശ്രമിക്കും. അത് പല രീതിയിൽ ശ്രമിക്കും. അപ്പം മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് തേടി പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്ന് പറയേണ്ടത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരെ എൻഗേജ്ഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. അപ്പം ഞാനീ പറയുന്നത്, അവർക്ക് സമയം കുട്ടികളാകുമ്പോൾ അവർക്ക് ഒരുപാട് എനർജി ഉണ്ട്. അവരുടെ എനർജി കളയാനായിട്ട് മറ്റുള്ള മാർഗങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പെർട്ടിക്കുലർലി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്കൂളല്ല, അതെ, സ്കൂളുകൾ മാത്രമല്ല, സ്കൂളിലുള്ള പഠനം മാത്രമല്ല, മറ്റുള്ള പല മേഖലകളിലെയും അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മകൻ്റെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഈ മകൻ വളരെ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു, എൻ്റെ രണ്ടാമത്തെ മകൻ. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, പുള്ളിയെ കൊണ്ട് ഞാൻ വയലിൻ ക്ലാസ്സിന് വിട്ടു. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം പുള്ളിക്ക് വയലിൻ എന്ന് പറയുന്നത് വളരെ ടഫ് ഇൻസ്ട്രുമെന്റ് ആണ്. ഒരുപാട് കോൺസെൻട്രേഷൻ വേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ അതിലേക്ക് പുള്ളിക്ക് കൂടുതൽ താല്പര്യം വരാൻ തുടങ്ങി. പുള്ളികളുടെ ഈ അഗ്രസീവ്നെസ് ഒന്ന് കുറച്ച് കുറയുകയും ചെയ്തു. പിന്നീട് അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ വയലിൻ പഠിക്കുകയും അവരോട് താല്പര്യം ഉണ്ടാവുകയും പിന്നെ പല കൺസേർട്ടും ഒക്കെ ഇങ്ങനെ സ്റ്റേജ് ഷോസും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ നമ്മൾ ഇങ്ങനെയുള്ള അതർ ആക്ടിവിറ്റീസിൽ നമ്മൾ അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ മറ്റുള്ള തെറ്റായ പ്രവണതകളിലേക്ക് പോകാതെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. ബഹറിലൊക്കെ ധാരാളം അങ്ങനെയുള്ള സാധ്യതകളുമുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം നമ്മൾ ഡെയിലി ട്രിപ്പിന് വേണ്ടി ചെസ് ടൂർണമെൻറ്റ് നടത്തുകയുണ്ടായി. ഏകദേശം 150 കുട്ടികളാണെന്ന് പങ്കെടുത്തത്. എനിക്ക് തോന്നുന്ന കുട്ടികളൊക്കെ വളരെയധികം ഈ പറഞ്ഞ ഫോക്കസ്ഡായി വളരെ ഇതിൽ തന്നെ നിൽക്കുന്ന കുറേ കുട്ടികൾ. അപ്പോൾ അവരുടെ മൈൻഡ് എൻഗേജ്ഡ് ആയിരിക്കുന്നു. പിന്നെ ഇതുപോലെ ഫുട്ബോൾ അക്കാഡമികൾ ബഹറിൽ ധാരാളമുണ്ട്. ധാരാളം വൈകുന്നേരങ്ങൾ നമുക്ക് എത്രയോ മലയാളി കുട്ടികൾ ഇപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് പാരൻസ് പതുക്കെ കുട്ടികളെ കൊണ്ടുപോകണം എന്നാണ് എനിക്കും തോന്നുന്നത്. നമുക്ക് പറയാം, നമ്മുടെ നാട്ടിലെ ഒരു ലഹരി വരുന്നത് പല സ്ഥലത്തു നിന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അതിർത്തി കടന്ന് ധാരാളം ലഹരി കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരും ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം ലഹരി കേരളത്തിലേക്ക് വരുന്നതാണ് കണക്കുകളൊക്കെ പറയുന്നത്. കൂടാതെ തീരദേശ പ്രദേശം ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തീരങ്ങളിലൂടെയും നമ്മുടെ നാട്ടിൽ ഇത് എത്തുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് കേരള ഗവൺമെൻറ് വളരെ വലിയ രീതിയിലുള്ള ലഹരി വേട്ട നടത്തി വരികയാണ്. നമുക്കറിയാം, പല പ്രശസ്തരായ സിനിമാ താരങ്ങളടക്കം അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളടക്കം ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് തടവിലാകപ്പെടുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലും ഞാനൊരു ചെറിയൊരു കണക്ക് മാത്രം സൂചിപ്പിക്കാം. 2021 മുതൽ 2024 വരെയുള്ള കാലയളവിൽ കേരളത്തിലെ മയക്കുമരുന്ന് കേസുകൾ 330% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് വെറും 3 വർഷം കൊണ്ടാണ് 330% ഇൻക്രീസ് വന്നിരിക്കുന്നത്. അതുപോലെ MDMAയുടെ ഉപയോഗം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ള 65% വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കേരള പോലീസ് 1300 മയക്കുമരുന്ന് വിൽപ്പന കേന്ദ്രങ്ങൾ പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനുവരി 2024 തൊട്ട് ജനുവരി 2025 വരെയുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്കനുസരിച്ച് 30,310 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 28,000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്.
അതുപോലെ ബഹ്റിനിലും നമുക്കറിയാം കഴിഞ്ഞ മാസം നമ്മൾ ഞെട്ടിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ബഹ്റിനിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കഞ്ചാവ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു. അതിൽ തന്നെ 3 സ്വദേശികളായിരുന്നു അതിൻ്റെ പാർട്ടായിരുന്നത്. മറ്റ് US എന്നുള്ള ഒരാളും മറ്റൊരു ചൈന ഒരാളും അതിലുണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ കൂടി വീട്ടിലങ്ങോട്ട് കഞ്ചാവ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, വലിയ എമൗണ്ടിനുള്ള കഞ്ചാവ് കൃഷി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നന്നായി നടക്കുന്നു. സൗദി കോസ്വേ വഴി ബഹ്റിനിലേക്ക് ധാരാളം കഞ്ചാവ് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്ന് എത്തുന്നുണ്ട്. എയർപോർട്ട് വഴി മയക്കുമരുന്ന് എത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഹെറോയിൻ, കഞ്ചാവ്, അതുപോലെ തന്നെ കൊക്കൈൻ, സിന്തറ്റിക് മയക്കുമരുന്നൊക്കെ ബഹ്റിനിലെത്തുന്നുണ്ട്. പെർട്ടിക്കുലർലി നമ്മളിപ്പോൾ ബഹ്റിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു പുതിയൊരു പ്രവണത കണ്ടിട്ടുണ്ട്. പ്രദീപ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. വെയ്പ്പ് ഷോപ്സ് ധാരാളമുണ്ട്. ഇപ്പൊ സിഗരറ്റ് പണ്ടൊക്കെ അതെ, ആദ്യം നമ്മുടെ പണ്ട് കുട്ടികൾ സിഗരറ്റ് ആയിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഈ പറഞ്ഞ പാപം എന്ന് പറയുന്നത്. ആദ്യം ഒരു സിഗരറ്റ് വലിച്ചു തുടങ്ങുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പൊ ആ സിഗരറ്റിനോടുള്ള ഒരു അഫിനിറ്റി കുറഞ്ഞു, അത് മാറി. ബിക്കോസ് അത് വർഷങ്ങളെടുത്ത ഒരു പല ക്യാമ്പയിനിലും പല മൂവീസിലുള്ള ക്യാമ്പയിനും അങ്ങനെ പല ക്യാമ്പയിൻ വെച്ചിട്ട് ഇപ്പോൾ സിഗരറ്റിനോടുള്ള ഒരു താല്പര്യം കുട്ടികൾക്കില്ല. പക്ഷെ അതോടൊപ്പം അത് ഈക്വലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ വെയ്പ്പ് ഷോപ്സ്, അപ്പോൾ ഇലക്ട്രോണിക് സിഗരറ്റ്സ്, ഇത് ഈക്വലി ഓർ ഈവൻ മോർ ഹാംഫുൾ ആണ് ഈവൻ സിഗരറ്റിനെക്കാട്ടിലും. ഇത് പിന്നെ ഇവിടെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇതിന് സാധാരണ രീതിയിലുള്ള സിഗരറ്റിന്റെ സ്മെല്ലല്ല, ഇതിന് വളരെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവർക്കൊരു വേറൊരു മണം എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ വെയ്പ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഈസി അവൈലബിൾ ആയിട്ട് ബഹ്റിനിൽ ഇപ്പോൾ ഒരുപാട് വെയ്പ്പ് ഷോപ്സ്. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പല വിദ്യാലയങ്ങളും, ആ വിദ്യാലയങ്ങളിൽ പല വിദ്യാർത്ഥികളും സ്കൂൾ സമയത്ത് തന്നെ പുറത്തുപോയി ഇത് ഉപയോഗിക്കുന്നതായി നമ്മളും കണ്ടെത്തിയിട്ടുണ്ട്. പലതവണ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അത് ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ അത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം പലപ്പോഴും പേരൻസിന് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, ഇതെങ്ങനെ ഇത് പുറത്ത് പറയും, ഇത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം, നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ ബന്ധുക്കൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം, ഇത് ഒളിച്ചു വെക്കാനുള്ള ടെൻഡൻസിയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ടായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടു, എന്തെങ്കിലും സബ്സ്റ്റൻസ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ്. പല പേരൻസിനും കുട്ടികളോട് സംസാരിക്കാൻ തന്നെ ഭയമാണ്. അപ്പോൾ ആദ്യമായി കുട്ടിയെ വിളിച്ചിരുത്തി അതിനോട് സംസാരിക്കുക, കാരണങ്ങൾ കണ്ടുപിടിക്കുക, അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് പേരൻസിന്റെ ഒരു വലിയ ജോലിയാണ് ആദ്യമായിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ, അത് കാരണങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ എപ്പം തുടങ്ങി ടു വാട്ട് എക്സ്റ്റെൻറ്റ് അവരത് യൂസ് ചെയ്യുന്നുള്ള കണ്ടുപിടിക്കുക. ഇതാണ് ആദ്യത്തെ. അവിടെ കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് കൗൺസിലേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ബഹ്റിനിലും ഉണ്ട്, അതുപോലെ നാട്ടിലും കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. ഒരു കൗൺസിലറിനെ പിന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഒരിക്കലും മോശമായ കാര്യമല്ല. അപ്പം തീർച്ചയായിട്ടും ഇതൊരു കൗൺസിലറിനെ അപ്രോച്ച് ചെയ്തിട്ട് കൗൺസിലറുമായിട്ട് ഇരുന്നിട്ട് നമുക്കിത് സംസാരിക്കേണ്ട. അവർ നിർദ്ദേശിക്കാൻ ഡി അഡിക്ഷൻ സെൻ്ററിനെ സമീപിക്കാവുന്നതാണ്. ധാരാളം ഡി അഡിക്ഷൻ സെൻ്റർ ഇപ്പോൾ കേരളത്തിലുണ്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട്. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മളിത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നതാണ്. ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഒരു പനി വന്നാലോ ജലദോഷം വന്നാലോ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഡോക്ടറെ അടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. അതേ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനായി നമ്മളെല്ലാവരും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ എത്ര പോസിറ്റീവായി, അല്ലെങ്കിൽ ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻറ്റുമായി എങ്ങനെ സംസാരിച്ച് തീർക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിച്ച്. ഇപ്പോൾ തന്നെ നമുക്ക് എനിക്കൊന്ന് 1-2 സിനിമാ നടന്മാർ, എനിക്കൊന്ന് ഷൈൻ ടോം ചാക്കോ, ഞാൻ കേട്ടൊരു സിനിമാ അഭിനയം, അദ്ദേഹം ഡി അഡിക്ഷൻ സെൻ്ററിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേടൻ എന്ന് പറയുന്നൊരു സിംഗർ, അദ്ദേഹം പറയൂ ഞാനും ഇതുപോലെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിനെ പോകാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ തയ്യാറാകുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവരെ ആക്ച്വലി നമ്മുടെ സമൂഹത്തിന് വലിയ സന്ദേശം കൂടി നൽകുകയാണ്. ഈ പറയുന്ന അസുഖം എനിക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്, ഞാനത് മാറ്റാൻ തയ്യാറാണെന്നത്. ഇങ്ങനെ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നത് സത്യമാണ്. അതെ, തീർച്ചയായിട്ടും ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. ഇതിന് കുറച്ച് നാൾ മുൻപ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലീഡർ അവരുടെ മകന്റെ കാര്യം ഓപ്പണായിട്ട് വന്ന് ചാനലിൽ പറയും, അവര് ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ എനിമി ഈസ് വെരി ക്ലോസ് ബൈ. അപ്പോൾ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ഒളിച്ചോടേണ്ട കാര്യമില്ല. നമ്മുടെ വീടുകളിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ സീക്രട്ടായിട്ട് വെക്കേണ്ട ഒരു കാര്യമല്ല ഇത്.
പിന്നെ എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്തുള്ള ബാച്ചിലേഴ്സ് ആയിട്ടുള്ള പാരൻസ്, ഇപ്പം ഞാൻ ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ എന്നെ പോലുള്ള ആളുകൾ നാടുമായിട്ട് കുറച്ചൊക്കെ റിലേഷൻഷിപ്പ് വെക്കണം. നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ പലപ്പോഴും അധ്യാപകന്മാരുമായി പോലും നമ്മൾ ചർച്ചകൾ നടത്താറില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ ആരാന്ന് പോലും അറിയാത്ത എത്രയോ പ്രവാസികളുണ്ട്. ആരാണ് ഇതിനൊക്കെ ബന്ധപ്പെടേണ്ടത്, അടുത്ത പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവാസികൾ കുറച്ചും കൂടി ശ്രദ്ധ പാലിക്കണം. അതായത് ആ ഒരു നാട്ടിൻ പുറത്തുള്ള സമ്പർക്കം കൂട്ടിയേ പറ്റൂ. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ കുറേ കൂടി അങ്ങനെ ഒരു എൻ്റെ മകൻ ഇങ്ങനെ പോകുന്നു എന്ന് അറിഞ്ഞാൽ, മകൾ പോകുന്നു പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വിളിച്ച് പറയും സാർ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടതാണെന്ന് തോന്നുന്നു. അതുപോലെ എനിക്ക് അതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ നമ്മൾ സ്കൂളിൽ വിടുന്നു, കോളേജിൽ വിടുന്നു, എത്ര പേരൻസ് റിയലി അവരുടെ ക്ലാസ് ടീച്ചർ, അവരുടെ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളത് ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ പർട്ടിക്കുലർലി ഇവിടെ കുറച്ചുകൂടെയൊക്കെ എനിക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. പാരൻസിൻ്റെ അവരുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കുറച്ചുകൂടെയൊക്കെ ടച്ച് ഉണ്ട്. പക്ഷേ ജസ്റ്റ് ഇമാജിൻ, ഇവർ നാട്ടിൽ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ എത്ര പേരൻസ് അവരുടെ കോളേജിലെ ക്ലാസ് ടീച്ചറിനെയൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. പേരൻസിനും അതുപോലെ ടീച്ചേഴ്സിനും ഇത് ഒരു കുറച്ചൊക്കെ ഇൻഫർമേഷൻ അവർക്കും കിട്ടും. അവരുടെ സ്റ്റഡി പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ കഴിഞ്ഞ തവണ പറയുന്നുണ്ട്, ഇവരുടെ ഈ പാറ്റേൺ മാറിയിരിക്കുന്ന ജനറേഷനാണ്. അവർക്ക് ഈ പറയുന്ന നമ്മുടെ ഫേസ്ബുക്കും മറ്റെങ്ങനെയുള്ള കാര്യങ്ങളല്ല, അവർ കുറേ കൂടി വ്യത്യസ്തകരമായ പാറ്റേണുകൾ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പാറ്റേണുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സ്നാപ്ചാറ്റ്, ഇതൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് ഈ ചാറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളും പഠിച്ചിരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ജെൻസി, ജെൻ ആൽഫ ഇവരെ നിയന്ത്രിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷേ ചേർത്ത് നിർത്തി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊരു തന്ത്രപരമായ നീക്കം മാത്രമേ ഇപ്പോഴത്തെ കാലത്തെ പാരൻസിന് സാധിക്കുകയുള്ളൂ, അല്ലേ? അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ വീടുകളിൽ നമ്മൾ കാണുന്ന, ഒന്നിച്ച് കുടുംബമായിട്ടിരുന്ന് കാണുന്ന പല ഷോസ് ഉണ്ടാവും. അപ്പം വെബ് സീരീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ സിനിമകളാണ് കൂടുതലിരുന്ന് കാണുക. നിങ്ങൾ എത്ര പേര് നിങ്ങൾ കുട്ടികളുടെ കൂടി ചേർന്നിരുന്ന ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയുള്ള ചർച്ചകൾ കാണുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള എഡ്യൂക്കേറ്റീവായിട്ടുള്ള പ്രോഗ്രാംസ് കാണുന്നു? ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പേരൻസ് കുട്ടികളുടെ കൂടി ഇരുന്ന് ഇപ്പോൾ ഡ്രഗ് അബ്യൂസിനെ പറ്റിയാണെങ്കിലും ഡി അഡിക്ഷനെ പറ്റിയാണെങ്കിലും ഉള്ള ചർച്ചകളും കണ്ടന്റും ഒന്നിച്ചിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ഇൻഡയറക്ട്ലി ഇറ്റ്സ് എ മെസ്സേജ് ഫോർ യുവർ കിഡ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരിത് കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അവയർനെസ് കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ആശങ്കകൾ ഇങ്ങനെ പങ്കിടുന്നവരായി മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകരുത്. നമുക്കറിയാം രാസലഹരി, ഇതിങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നാട്ടിലായാലും അതായത് ഗൾഫിലായാലും ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ്. ബഹ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വലിയ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ബഹ്റിൻ. ആ സ്വാതന്ത്ര്യം കൊണ്ട് പല തെറ്റായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുമുണ്ട്. നമ്മളത് വളരെ ശ്രദ്ധയോടെ നേരിടാനാണ് ശ്രമിക്കേണ്ടത്. 8ാം തരം മുതൽ ഒരു 12ാം തരം വരെയെങ്കിലും കുട്ടികളുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുക. ലോകത്തെല്ലായിടത്തും 18 വയസ്സ് വരെ ഒരു കുട്ടി തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക, അല്ലേ? പലപ്പോഴും അത് ചിന്തിക്കാറില്ല. ഒരു 12 വയസ്സ് മുതൽ നമ്മളവരെ വലിയ മുതിർന്നവരെ കണക്കാക്കുന്നു. പക്ഷേ 18 വയസ്സ് വരെ അവരെ ശ്രദ്ധിക്കേണ്ട ബാധ്യത രക്ഷിതാക്കളുടേതാണ്. ആ ഒരു സമയത്ത് രക്ഷിതാക്കൾ കണ്ണു തുറന്ന് തന്നെ അവരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലഹരിക്കെതിരെയുള്ള ഒരു വലിയ അവബോധം നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇതിന് ഹീറോയിസത്തിൻ്റെ മുഖം നൽകുന്ന എല്ലാവരെയും ഒറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിരിക്കുകയാണ്. എന്തായാലും ഒരു ചെറിയൊരു അവയർനെസ് ആണ് നമ്മൾ ഈ മൈൻഡിൻ്റെ 2 എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചത്. മറ്റ് എന്തെങ്കിലും പറയാനുണ്ടോ ബിജു ഇതുമായി ബന്ധപ്പെട്ട്? വിഷയങ്ങൾ വളരെ ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്. നമുക്ക് ചെറിയ സമയപരിധി മൂലം നമുക്കിവിടെ നിർത്താമെന്ന് തോന്നുന്നു. എന്തായാലും നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പണ്ടേ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതാണ്. അത് മറക്കാതിരിക്കുക. എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.